എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു കുട നിർമ്മിച്ച് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പുറത്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കുടയുടെ കിറ്റാണ്. ഇതുപോലെ കുടയുടെ കിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കേണ്ടത്. കണ്ടോ, ഇത് നമുക്കറിയാം അല്ലേ, കുടയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കളറിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ റെഡാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ വള്ളി കണ്ടോ, നമ്മൾ അവസാനം കെട്ടുന്ന വള്ളി, ഇത് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ക്ലോത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. ചിലപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാവും കേട്ടോ കിട്ടുക ചിലവർക്ക്. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ക്ലോത്താണ് കണ്ടത്. ഇനി നമുക്ക് എന്താ, ഇത് കുടയുടെ ടോപ്പ് ഭാഗമാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ കുട പിടിക്കുന്ന ഭാഗം. പിന്നെ ഇതുപോലെ ഒരു ഇതുണ്ട്, ഇത് നമുക്ക് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുടയുടെ മുകളിലായിട്ട് ഇരുന്ന ഭാഗമുണ്ട്, അത് ലെതറും അതിൻ്റെ ആ ടോപ്പ് ഭാഗമുണ്ട്. ഇതൊക്കെ നമുക്ക് ആ കിറ്റിലുണ്ടാവും കേട്ടോ, അതിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത്ര സിമ്പിളാണ്. പിന്നെ ഇത് കുടയുടെ ഫ്രെയിമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്കതും ഇതിൽ വെക്കണം. പിന്നെ അവസാനം നമ്മൾ കുട ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കവറിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ കിറ്റ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെന്താണ്, ഇതുപോലൊരു നീഡിലും ത്രെഡും വേണം. ഇത് നമ്മൾ സാധാരണ ത്രെഡ് അല്ല കേട്ടോ, നമുക്ക് കുറച്ച് കനമുള്ള ത്രെഡ് വേണം. സാധാരണ ഇതുപോലത്തെ ത്രെഡ് തന്നെ വാങ്ങാം. നമ്മളിതിപ്പോൾ ഞാൻ ഫെജിന്നാണ് വാങ്ങിച്ചത്. തൃശ്ശൂരുള്ള ഷോപ്പാണ്, ക്രാഫ്റ്റ് ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പാണ്. അവിടെ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ അവർ നമുക്ക് എടുത്തു തരും. എല്ലാവരും കിട്ടും കേട്ടോ. പിന്നെ ഈ കിറ്റ് വാങ്ങിയതും കുട ഉണ്ടാക്കാനുള്ള കിറ്റ് വാങ്ങിയത് ഞാൻ അവിടെ തന്നെയാണ്, തൃശ്ശൂർ ഈ പറഞ്ഞ ഷോപ്പില്ലേ ഫെജി, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പള്ളിക്കുന്നത്ത് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. അവിടെ തന്നെ ഒരുപാട് ഷോപ്പുണ്ട്, ദീപം കുടകൾ, പിന്നെ ചെറുവത്തൂർ, അങ്ങനെ. അപ്പോൾ നിങ്ങൾ കുറച്ച് 3-4 കടകൾ കയറി നോക്കാട്ടെ. എന്നിട്ട് പ്രൈസ് നമ്മൾ കൊടുക്കാനാണ്, ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങാം, പ്രൈസ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. സാധാരണ ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് 190 രൂപ ആയത് കേട്ടോ. പിന്നെ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, ഉണ്ടോ ഇതുപോലെ നമുക്ക് ക്ലോത്ത് കിട്ടുക. പക്ഷെ എന്താ പറ്റിയത്, ഇതിൻ്റെ അറ്റം കണ്ടോ, ഞാൻ പറഞ്ഞു കുടയ്ക്ക് 8 പാളികളുണ്ട്. ഈ ക്ലോത്തിൻ്റെ ഉള്ളിൽ നമുക്ക് 8 പാളികൾ കാണാം, കണ്ടോ, അതിൻ്റെ അറ്റമാണ് ഈ കാണുന്നത്. അത് കണ്ടോ, ഇതുപോലെ വിട്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുട വാങ്ങുമ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കണം കേട്ടോ, ആ ക്ലോത്ത് നോക്കണം നിങ്ങൾ, ഇതിൻ്റെ അറ്റം ഇതുപോലെ വിട്ടിട്ടിരിക്കുന്നുണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ പഴയ സ്റ്റോക്ക് ആയിരുന്നുകൊണ്ടായിരിക്കും, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അറ്റം കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയല്ലേ എന്ന് നോക്കുക കേട്ടോ, വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കാം. എല്ലാം ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണ്, ആദ്യത്തെ കാര്യം നമുക്ക് ഈ കുടയുടെ ടോപ്പ് ഭാഗം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൽ വെച്ച് കൊടുക്കുക, ആ ടോപ്പിൽ വെച്ച് കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെക്കണം. അപ്പോൾ അതിനായിട്ട് ചിലപ്പോൾ അതിൽ ഹോൾ ഉണ്ടാവും, നിങ്ങൾ നോക്കുക ഹോൾ ഉണ്ടോ എന്ന്. ചിലപ്പോൾ ചിലതിൽ ഹോൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവും സാധനം. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല കേട്ടോ, വെള്ളമൊക്കെ ചോർന്നിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ വെക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് ഷീറ്റാണ്, ഈ ഒരു സാധനമാണ്. ഇത് നമ്മൾ നല്ല ഭാഗം ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെക്കുക കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ആ ടോപ്പ് ഭാഗം വെച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ വെക്കുക. പിന്നെ നമുക്ക് ഫ്രെയിം വെക്കണം. ഫ്രെയിം നമ്മൾ എന്താണ്, ഈ ചുവപ്പ് ഭാഗം കണ്ടോ, ഈ കമ്പിയുടെ, അത് നമ്മൾ പിടിക്കുന്ന ഭാഗമാണ്, അതല്ല വെക്കേണ്ടത്. ആ ചുവപ്പ് മുട്ട് വരുന്ന ഭാഗം കണ്ടോ, അതല്ല, അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് വെക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ അത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചാൽ മതി കേട്ടോ. നമ്മളിത് വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കുക, നമ്മളിത് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അറ്റത്തായിട്ട്, ഈ കമ്പിയുടെ അല്ല, നമ്മൾ ആ ടോപ്പ് ഇട്ടില്ലേ അതിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ട് ഒരു ഫെവിക്കോൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടി ലാസ്റ്റ് ചെയ്യും കേട്ടോ. ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി, നല്ല ടൈറ്റായിട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. ഊരിയൊന്നും പോരാത്ത രീതിയിൽ നല്ലോണം ടൈറ്റ് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചിട്ട് ഇവിടെയും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മളിനി അടുത്ത് ചെയ്തത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ.
കണ്ടോ, കുടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ 8 പാളികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പിയിലും 8 കമ്പികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടി തുന്നണം. അതാണ് നമ്മളിനി അടുത്തത് ചെയ്യേണ്ടത്. ഇതുപോലെ പിടിച്ച് ഇതിന് നേരെ വരുന്ന, ഈ കമ്പിയുടെ നേരെ വരുന്ന കണ്ടോ, ആ പാളി, ആ സ്റ്റിച്ച് വരുന്ന ഭാഗം കണ്ടോ, അവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ തുന്നാനായിട്ട്. ഇനി എന്താണ്, ഈ കമ്പിയുടെ അറ്റത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു ഹോള് കാണാം, ചെറിയൊരു ഹോളുണ്ട്. അപ്പം അതിലൂടെയാണ് നമ്മൾ തുന്നേണ്ടത്, ക്ലോത്തും ഇതും പിടിച്ചിട്ട് തുന്നേണ്ടത് കേട്ടോ. ഇനി നമ്മൾ കണ്ടോ, ഇതുപോലെ പിടിക്കണം. ഈ അറ്റത്തായിട്ട് ഇതിന് നേരെ വരുന്ന പാളി തന്നെ എടുത്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ആ തുമ്പ് ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നീഡിലും ത്രെഡ് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഇതുപോലെ തുന്നാണ്. നമ്മളിപ്പോൾ ആ ക്ലോത്തിലാണ് കേട്ടോ തുന്നിയെടുക്കണം. ആദ്യം ഈ അറ്റം പിടിച്ചിട്ട് താഴേക്ക് ഇറക്കുക. നമ്മളിപ്പോൾ കമ്പിയിൽ തുന്നുന്നില്ല, ആ 2 തുണിയും ചേർത്തിട്ട് കണ്ടോ ഇതുപോലെ താഴേക്ക് ഇറക്കിയെടുക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഒട്ടും ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ഇതാ ഒന്ന് ചുറ്റിക്കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കൊടുക്കുക. നമ്മൾ ചുറ്റിക്കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒന്നും കൂടി തുന്നി താഴേക്ക് എടുക്കുക. തുണിയിൽ തന്നെ, കമ്പിയിൽ നമ്മളിപ്പോൾ തുന്നുന്നില്ല, ആദ്യം 2 പ്രാവശ്യം തുണിയിൽ തന്നെ താഴോട്ട് ഇറക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അടുത്ത തുന്നലാണ് നമ്മൾ കമ്പിയിൽ, ഞാൻ പറഞ്ഞില്ലേ ഹോൾ ഉണ്ടെന്ന്, അതിലൂടെ ഇട്ടിട്ട് വേണം താഴോട്ട് ഇറക്കാൻ. ആ ഹോളിലൂടെ ഇറക്കി താഴോട്ട് ഇറക്കുക. ഹോൾ അവിടെ ഉണ്ട്, അപ്പോൾ അത് ജസ്റ്റ് അതിലൂടെ ഇട്ടിട്ട് നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ. തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും കെട്ടിട്ട് തുന്നുക. മീൻസ് നമ്മളിപ്പോൾ ഇനി നമ്മൾ ഹോളിലൂടെ ഇറക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇനി ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ടൈറ്റ് ആയിട്ട് വലിക്കുക കേട്ടോ, നല്ലോണം ടൈറ്റ് ആയിട്ട് വലിക്കുക. ഒരു തവണയും കൂടി അങ്ങനെ ചെയ്യാം. 2-3 തവണ നിങ്ങൾ ചെയ്താൽ മതി. രണ്ട് തവണ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവിടെ ഉറച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒന്നുകൂടി നമ്മൾ ഇതുപോലെ ഇറക്കുക. ഹോളിലൂടെ തന്നെ താഴോട്ട് ഇറക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇറക്കി നമ്മൾ വലിച്ചു കൊടുക്കുകയാണ്. കെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കെട്ടിട്ടിട്ട് വലിക്കുക, അത് മറന്നു പോകരുത്. നമ്മൾ കെട്ടിട്ടിട്ട് വലിക്കുക, അപ്പോൾ നമുക്ക് നല്ല ഉറപ്പിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. ജസ്റ്റ് ഉള്ളിലൂടെ എടുത്തിട്ട് കെട്ടിടുക, അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യാം, ഇപ്പം 2 പ്രാവശ്യം തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത കമ്പി, നമ്മൾ ഒരെണ്ണം തുന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കമ്പിയും അതിന് നേരെ വരുന്ന ആ പാലി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്ന ഭാഗം, അതെടുക്കുക. തൊട്ടടുത്തത് തന്നെ എടുക്കുക കേട്ടോ, ഉള്ളൊന്നും കുടുങ്ങി പോകരുത്. കറക്റ്റായിട്ട് എടുത്തിട്ട് കണ്ടോ, നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ സെൻറ്ററിൽ വെച്ചു. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തു. ഇതുപോലെ മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ക്ലോത്തിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്റ്റിച്ച് ക്ലോത്തിൽ തന്നെ കൊടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. കമ്പിയിലൊന്ന് ചുറ്റാട്ടോ. അതിനുശേഷം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു, ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഹോളിലോട്ടാണ്, ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കുക കേട്ടോ. ഹോളിൽ ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഉള്ളിലോ ത്രെഡിൻ്റെ ഉള്ളിലോടെടുത്ത് കെട്ടിട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 പ്രാവശ്യം ചെയ്യുക. ഇറക്കി നമ്മൾ കെട്ടിട്ട് കൊടുക്കുക.
നല്ലോണം ടൈറ്റായിട്ട് വലിച്ചിട്ട് എക്സ്ട്രാ ഉള്ള നൂല് വരുന്നത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് മുട്ടിട്ട് കൊടുക്കണം. കുടയുടെ ആ ടോപ്പ് ഇട്ട് കൊടുക്കണം. അത് വെറുതെ വെച്ച് ടൈറ്റ് ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ആ കവർ കളയണമെങ്കിൽ കളയാം, എല്ലാം നമ്മൾ കൊടുക്കാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുട നിവർത്താം. ഇനി നമുക്ക് കുട നിവർത്തിയിട്ടാണ് തുന്നേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു തുന്നൽ വേണം, ഇവിടെ ഒരു തുന്നൽ വേണം, അതിൻ്റെ മുകളിലായിട്ടൊരു തുന്നൽ വേണം. അപ്പം നമുക്ക് മൊത്തം 3 തുന്നലും കൂടി ഇനി വേണം. ഒരു കമ്പിയിൽ മൊത്തം 4 തുന്നലാണ് കേട്ടോ. ഒരു കമ്പിയിൽ മൊത്തം 4 തുന്നലാണ്. ഇനി നമുക്ക് 3 തുന്നലും കൂടെ ഉണ്ട്. ശരി, അപ്പം എന്താണ്, ഈ നമുക്ക് അടുത്ത തുന്നൽ നോക്കാം. അത് ജസ്റ്റ് ഇവിടെയാണ്, ആ കമ്പി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ തുന്നേണ്ടത്. അപ്പോൾ തുന്നുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ഞാൻ ഈ പാളി കണ്ടോ നിങ്ങൾ, അവിടെ നമുക്കൊരു സ്റ്റിച്ച് ഉണ്ട്, മടക്കിയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഉണ്ട്. ആ സ്റ്റിച്ചുമ്പോഴാണ് നമ്മൾ തുന്നേണ്ടത് കേട്ടോ. മീൻസ് അങ്ങനെ തുന്നിയാൽ മാത്രമേ നമ്മൾ താഴെ കാണാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ താഴെ കാണും. ആ സ്റ്റിച്ചിലേക്കാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്കിതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്തൂടെ സൂചി എടുത്തു, എന്നിട്ട് അപ്പുറത്തേക്ക് ഇട്ടു, അപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് അത് കണ്ടോ അടിയിലൂടെ, കമ്പിയുടെ അടിയിലൂടെ എടുക്കുകയാണ്. നമ്മൾ കമ്പിയിൽ എടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ എടുത്ത് കെട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ എടുക്കുമ്പോൾ ആ സ്റ്റിച്ചിലൂടെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്ത് ഇതുപോലെ എടുത്താൽ മതി. 3 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കിൽ സ്റ്റിച്ച് കാണരുത്. അതിനാണ് ഞാൻ പറഞ്ഞത് ആ നടുവിൽ ഒരു സ്റ്റിച്ച് വരുന്ന ഒരു ക്ലോത്ത് ഉണ്ട്, അതിമേ സ്റ്റിച്ച് ചെയ്യണം എന്ന് കേട്ടോ. ഇതുപോലെ ഒരു 3 പ്രാവശ്യം ചെയ്താൽ മതി. കെട്ടിട്ട് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഈ കമ്പിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ചുറ്റും ചെയ്തെടുക്കണം, എല്ലാത്തിനും ചെയ്തെടുക്കണം, 8 കമ്പിയിലും ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റിച്ച് വന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്, ഇനി ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇനി 2 സ്റ്റിച്ചും കൂടി വരുന്നുണ്ട്, അത് നോക്കാം. അപ്പം അതിനായിട്ട് കണ്ടോ, അവിടെ ഒരു ഹോള് കാണാം നിങ്ങൾക്ക്, സൂചി കിടക്കുന്ന ഹോൾ കേട്ടോ. വേറെ ചെറിയ ഹോളുണ്ട്, അതിലൊന്നും സൂചി കിടക്കില്ല. സൂചി കിടക്കുന്നൊരു ഹോള് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കുടയെടുത്ത് നോക്കാം, അതിലെവിടെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഹോള് വരുന്ന ഭാഗം. അവിടേക്ക് നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആ പാളിയുള്ള ആ ക്ലോത്തിൽ പാളി വരുന്ന ഭാഗത്തൂടെ നമ്മൾ സൂചി എടുക്കാം. കറക്റ്റ് ആ ഹോൾ എവിടെ വരുന്നോ ഹോളിൻ്റെ അടുത്തൂടെ തന്നെ കേട്ടോ. കമ്പിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, തുണിയിലാണ് എടുക്കുന്നത്. ഹോൾ എവിടെ വരുന്നോ അതിൻ്റെ നേരെ തന്നെ നമ്മൾ കുത്തിയെടുക്കുകയാണ്, സൂചി കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുക്കുമ്പോൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത്, മടങ്ങിയിട്ടുള്ള ഭാഗത്ത്, കുടയിലാവരുത്, ബാക്കിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എന്നിട്ട് എന്താ, നമ്മൾ അടിയിലൂടെ വെച്ചു. പക്ഷെ കമ്പിയിൽ കോർത്തിനില്ല, കമ്പി അതിൻ്റെ മുകളിലാണ് വെച്ചത് കേട്ടോ. കുടയുടെ ക്ലോത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ തുന്നിയത്, കമ്പിയിൽ ഇപ്പോൾ തുന്നിയിട്ടില്ല, അത് ശ്രദ്ധിക്കണേ. ആ കമ്പി എന്നിട്ട് മുകളിൽ വെക്കുകയാണ് ചെയ്തത്. കണ്ടോ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ അപ്പുറത്തുകൂടെ എടുത്തു, ആ അടുത്ത സൈഡിലെടുത്തു. ഇനിയാണ് നമ്മൾ കമ്പിയുടെ ഉള്ളിക്കൂടെ തുന്നുന്നത്. അവിടെ നിന്ന് നമ്മൾ കമ്പിയുടെ ഉള്ളിലൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ ഹോളിലൂടെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ നമ്മൾ അത് ഇങ്ങനെ വെക്കുക, വലിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുകയാണ്, നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കുക. 2 ത്രെഡും കൂടി കൂട്ടി പിടിച്ച് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ഞാൻ. 2 ത്രെഡും പിടിച്ചിട്ട് നല്ലോണം ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നല്ലോണം ടൈറ്റിൽ വേണം കെട്ടിട്ട് കൊടുക്കുക. ഒരു 2-3 കെട്ട് ഇട്ട് മുറുക്കി കൊടുക്കുക അവിടെ കേട്ടോ. കൂടുതൽ സ്റ്റിച്ചൊന്നും വേണ്ട, ഇതുപോലെ നിങ്ങൾ ടൈറ്റിൽ വലിച്ച് കെട്ടിയാൽ മതി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ത്രെഡ് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ബ്ലാക്ക് ആണെങ്കിൽ കാണും, അപ്പോൾ വൈറ്റ് ഉപയോഗിക്കാൻ നോക്കുക നിങ്ങൾ.
കണ്ടോ, അതിപ്പോൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. നമ്മളിനി അടുത്ത കമ്പി ചെയ്യാം കേട്ടോ. അടുത്ത കമ്പി ചെയ്യാം. ഇതുപോലെ നമ്മൾ ക്ലോത്തിൽ കുത്തി എടുത്തു. കമ്പിയിൽ കുത്തുന്നില്ല, കമ്പി മുകളിൽ വെച്ചു, അപ്പുറത്തോട്ട് വലിച്ചു. കണ്ടോ, ഇനിയാണ് നമ്മൾ കമ്പിയുടെ ഹോളിലൂടെ എടുക്കുന്നത്. ആ സൈഡിൽ നിന്ന് വലിച്ച സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ആ ഹോളിൽ അതിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്ത കമ്പി ചെയ്യുക, അങ്ങനെ 8 കമ്പിയൊക്കെ ചെയ്യുക. അതിന് ശേഷം മാത്രം അടുത്ത സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഒരു കമ്പിയിൽ തന്നെ എല്ലാ സ്റ്റിച്ചും നിങ്ങൾ ഒരുമിച്ച് ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പിയിൽ 4 തുന്നലുണ്ട്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി അടുത്ത കമ്പി ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ 8 കമ്പിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ എല്ലാതും നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ ഭാഗത്ത് എല്ലാ കമ്പിയും ലാസ്റ്റ് തുന്നിക്കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് തുന്നൽ വരിക അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറൊരു കുട നോക്കുക. ഇവിടെ നമുക്ക് ഹോള് കാണാം. സൂചി കയറുന്ന, നിങ്ങൾ നീഡിലിട്ട് കഴിഞ്ഞാൽ സൂചി കയറുന്ന ഒരു ഹോളേ ഉള്ളൂ അവിടെ. അതിലാണ് നമ്മൾ ഇനി അടുത്ത് തുന്നേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ തുന്നിയില്ലേ, അതുപോലെ തന്നെ സെയിം നിങ്ങൾ തുണിയിൽ കുത്തി കമ്പി മുകളിൽ വെക്കുക, അപ്പുറത്തൂടെ ഹോളിൽ എടുക്കുക. അവിടെ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട്, ഇത്ര ടൈറ്റായിട്ട് തുന്നണ്ട, ലൂസായിട്ട് തുന്നുക. അത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നിവർത്താനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കണ്ട, കുറച്ച് ലൂസാക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ തുന്നിയില്ലേ നമ്മൾ അവിടെയൊക്കെ ഈ ഫെവിക്കോൾ വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക. എന്തിനാണ്, കുറച്ചും കൂടി നാളെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി എന്താണ്, നമുക്കിതുപോലെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ കുട കെട്ടി നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാളി ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു പാളി എടുക്കുക, അതിൻ്റെ സെൻറ്റർ നോക്കുക നിങ്ങൾ. അതിൻ്റെ അവിടെ നമ്മളിത് വെച്ച് കൊടുക്കുക. ആ ടോപ്പ് ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് അത് വെച്ച് കൊടുക്കേണ്ടത്. മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുന്നിയെടുക്കാം കേട്ടോ. എവിടെയാണ് ഒരു പാളിയുടെ സെൻറ്ററിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ കുട നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മടക്കി നമുക്കൊരു കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.